മലയാളം ശ്രേഷ്ഠ ഭാഷാ പദവി അലങ്കരിക്കുന്ന ഈ വേളയിൽ മൗനത്തിൽ നിന്ന് മനുഷ്യന്റെ ശബ്ദം കടഞ്ഞെടുത്ത കവിയായ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് ഏതാനും വാക്കുകൾ പറയാതിരിക്കാൻ സാധിക്കില്ല. വായിച്ചാലും ഇല്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന ഫലിതം നിറഞ്ഞ വരികളിലൂടെ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആ കുറിയ മനുഷ്യൻ ഒരു ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും നൈർമല്യവും നിറഞ്ഞ പൊക്കമില്ലായ്മയാണെൻ പൊക്കമെന്ന് സ്വയം ഉപചാരതകളൊന്നുമില്ലാതെ വിശേഷിപ്പിച്ചിരുന്ന കുട്ടേട്ടൻ, അതെ, നമ്മുടെ കുഞ്ഞുണ്ണി മാഷ്. അധ്യാപകനായി ആരംഭിച്ച് ഔദ്യോഗിക ജീവിതം എഴുതി തുടങ്ങുന്നവർക്ക് അദ്ദേഹം ഒരു വഴികാട്ടിയായി. നമ്മൾ അറിയപ്പെടാതെ പോയ അദ്ദേഹത്തിൻ്റെ മേഖലകൾ ധാരാളമുണ്ട്. എണ്ണച്ചായം, ജലച്ചായം, ഇങ്ക് തുടങ്ങിയവ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. കമൽ സംവിധാനം ചെയ്ത ഭൂമിഗീതം എന്ന ചിത്രത്തിൽ ഒരു താരമായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്ന അദ്ദേഹത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ തേടിയെത്തി. മാഷിൻ്റെ 1000 കവിതാ സമാഹാരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏതാനും ചില കവിതകൾ ചൊല്ലുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ തയ്യാറായിട്ടുണ്ട്. അവരെ ഒന്നൊന്നായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് അഭിരാമനാജ്. ഞാൻ 9ാം തരത്തിൽ പഠിക്കുന്നു. അപ്രിയ സത്യങ്ങൾ കേൾക്കുവാൻ ആർക്കും അത്രയൊന്നും ഇഷ്ടപ്പെടുകയില്ലല്ലോ. ഭരണം നന്നാവാത്തതിന് കുറ്റം പറയുന്നവരോട് അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മാഷ് ഇങ്ങനെ തന്നെ പറയും. സമൂഹത്തിന്റെ കൊള്ളരുതായ്മകൾ തുറന്നടിക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. 6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്കും 1 മലയാളം, 1 മലയാളിക്കോ മലയാളമില്ല. ലോകം ഒന്നായിരിക്കുന്നു. കമ്പി കൊണ്ടും കമ്പിയില്ലാ കമ്പി കൊണ്ടും കരളുകൊണ്ടല്ല. ഇന്ത്യക്കാരില്ലാത്തൊരു രാജ്യമുണ്ട് ഉലകത്തിൽ, ഇന്ത്യ എന്നൊരു രാജ്യം. പൊയ്മുഖവും പൊയ്ക്കാലും പൊക്കക്കാരെ, നിങ്ങൾക്കെന്റെ നമസ്കാരം. എനിക്ക് ദുഃഖമുണ്ടെന്റെ നന്നായിടാത്തതിൽ, എനിക്ക് നാണമില്ലിന്റെ ഞാനും നന്നാക്കിടാത്തതിൽ. ചടഞ്ഞിരുന്നു കൊണ്ട് ജീരകം തൊലിക്കുന്ന പണി ചെയ്യുവാൻ, നന്നായി കോട്ടുവായിടുവാൻ ബഹുകേമനാണ് ഇന്ത്യക്കാരൻ. നന്ദി. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ അഭിനന്ദ് രാജു, 9ാം തരത്തിൽ പഠിക്കുന്നു. മലയാളത്തിനെ കുറിച്ച് മാഷ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ: 56 അക്ഷരമുണ്ട് എൻ്റെ മലയാളത്തിൽ, 56 അക്ഷരമില്ല എൻ്റെ മലയാളത്തിൽ. 56 അക്ഷരമല്ല എൻ്റെ മലയാളം, 51 അക്ഷരവുമല്ല എൻ്റെ മലയാളം, മലയാളം എന്ന 4 അക്ഷരവുമല്ല എൻ്റെ മലയാളം. അമ്മ എന്നൊരൊറ്റ അക്ഷരമാണ്, മണ്ണ് എന്നൊരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. നന്ദി. എൻ്റെ പേര് ശ്രുതി കൃഷ്ണ ആർ. ഞാൻ 6ാം തരത്തിൽ പഠിക്കുന്നു. സ്വന്തമായ ശൈലിയുടെ ഉടമയായ കുഞ്ഞുണ്ണി മാഷിൻ്റെ ആനക്കാര്യത്തിനിടയിൽ ചേനക്കാര്യം എന്ന കവിതയാണ്. കവിത വരുന്നു, കവിത വരുന്നു, കടലാസെവിടെ, പെണ്ണെവിടെ, കുട്ടിക്കിന്നു മരുന്നിന് പോണ്ടേ, കേട്ടോ നേരം വൈകുന്നു, 4-5 ആഴ്ചകളായിട്ടിന്നൊരു വരികൾ വന്നത് ഭഗവാനെ, 6-5 എല്ലാം തീർന്നു വരുമ്പോ 5-6 എണ്ണം വാങ്ങിക്കൂ, പെന്നിലൊരുത്തിരി മഷിയില്ലല്ലോ, വന്നൊരു വരികൾ മറക്കൂലേ, പിച്ചും പേയും പറയുവതിന്നൊരു പൊറുതിയുമില്ലൻ കുഞ്ഞിന്, പെന്നിലൊരിത്തിരി വെള്ളമൊഴിക്കാൻ പെണ്ണെ കവിത കുറിക്കട്ടെ, വെള്ളം ദാഹത്തിനൊരു കുറവും വന്നില്ലെന്നും പറയണം, ആനക്കാര്യം അതിൻ്റെ ഇടയ്ക്കൊരു ചേനക്കാര്യം പോ പെണ്ണെ, ആനക്കാര്യം എനിക്കാണിപ്പോൾ, ചേനക്കാര്യം നിങ്ങൾക്കും. നമസ്കാരം. ഞാൻ ദിയ ട്രീസ തോമസ്. ഞാൻ 5ാം തരത്തിൽ പഠിക്കുന്നു. അഹം എന്ന ഭാവം വ്യക്തമാക്കുന്ന മാഷിന്റെ ഒരു കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത്. ഞാനുമെൻ്റെ അമ്മയും ഞാനുമെൻ്റെ അച്ഛനും ഞാനുമെൻ്റെ ഏച്ചിയും ഞാനുമെൻ്റെ അനിയനും ഞാനുമെൻ ശത്രുവും ഞാനുമെൻ മിത്രവും ഞാനുമെൻ ലോകവും ഞാനുമെൻ ദൈവവും കഷ
നമസ്കാരം. ഞാൻ നാരായണൻ, 4ാം തരത്തിൽ പഠിക്കുന്നു. കുശവനാണു ഞാൻ, കൂടമുണ്ടാക്കുന്ന കുശവനാണു ഞാൻ, കളിമണ്ണാണു ഞാൻ, കലമുണ്ടാക്കുന്ന കളിമണ്ണാണു ഞാൻ. അഹോ ഭാഗ്യം ഭാഗ്യം, കലമല്ലല്ലോ ഞാൻ, കുടമല്ലല്ലോ ഞാൻ. നന്ദി. ഞാൻ അർജുൻ കൃഷ്ണ, 4ാം തരത്തിൽ പഠിക്കുന്നു. ഒന്നായി നിന്നാൽ നന്നായി എന്ന ശൈലിയുടെ മഹത്വത്തെ വ്യക്തമാക്കിയ ഒരു കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. ഒന്നെങ്ങനെ എഴുതാം, വളവും വേണ്ട, തിരിവും വേണ്ട, ചരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര. ഒന്നായി നിന്നാൽ നന്നായി, നന്നായി വന്നാൽ ഒന്നായി, നന്നായാൽ ഒന്നായി, ഒന്നായി നന്നായി ഒന്നായി. നന്ദി. നമസ്കാരം. എൻ്റെ പേര് ഫാത്തിമ അൻസിൽ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വലുതിനെ ചെറുതാക്കുവാനും ചെറുതിനെ വലുതാക്കുവാനും കവി താല്പര്യം കാണിക്കുന്ന ഒരു ചെറു കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. ആ വരുന്നതൊരാന, ഈ വരുന്നതൊരീച്ച, ആനയും ഈച്ചയും അങ്ങനെ അടുത്തടുത്തു വരുന്നു. ആനയ്ക്കുണ്ടോ പേടി, ഈച്ചയ്ക്കുണ്ടോ പേടി, രണ്ടിനുമെല്ലൊരു പേടി. ആന താഴെ പോയി, ഈച്ച മേലെ പോയി. നന്ദി. നമസ്കാരം. ഞാൻ മാനവ്, 7ാം തരത്തിൽ പഠിക്കുന്നു. വിളിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാണ് മരണം. മരണം എന്നത് യാഥാർത്ഥ്യമാണ്. ഓരോ വ്യക്തിയുടെയും സ്ഥാനമാനങ്ങൾക്കനുസൃതമായി മരണം എന്ന പദത്തെ പല പദപ്രയോഗങ്ങളിലൂടെ വിശേഷിപ്പിക്കാവുന്നതാണ്. എന്നാൽ 4 പദപ്രയോഗങ്ങളിലൂടെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ജനനം. ഇതാ ഈ കവിത ഒന്ന് ആസ്വദിക്കാം. മരണം പലവിധമുലകിൽ സുലഭം, എങ്ങനെയെല്ലാം എന്നാണെങ്കിൽ ചാകുക, മരിക്കുക, മയ്യത്താകുക, മൺമറയുക, കൺമറയുക, കണ്ണടയുക, മണ്ണടിയുക, മണ്ണോടു മണ്ണു ചേരുക, പഞ്ചത്വം പ്രാപിക്കുക, കഥ കഴിയുക, കാറ്റു പോകുക, കീർത്തിശേഷനാകുക, കാലം ചെയ്യുക, കർത്താവിൽ നിദ്ര പ്രാപിക്കുക, സ്വർഗാരോഹണം ചെയ്തിടുക, ഇഹലോകം വെടിയുക, പരലോകം പൂക്കുക, സമാധി അടയുക, തെക്കോട്ടു പോകുക, തീപ്പെടുക, യമപുരി പൂക്കുക, സിദ്ധി കൂടിയിടുക, മോക്ഷമടയുക, അരിയെത്തുക, പണി തീരുക, തീരുക, കഴിയുക. എന്നാൽ ജനനമോ? ജനിക്കുക, പിറക്കുക, പൂജാതനാകുക, അവതരിച്ചിടുക എന്നിങ്ങനെ എത്ര കുറച്ചു വിധം, 4 വിധം. നന്ദി.